ശ്രീമദ് ദേവി ഭാഗവതം 15-ാം അധ്യായം. ശുകൻ. എന്താതാ ദുഃഖമുണ്ടാക്കും ഉദ്വാഹത്തെ എന്താകിലും വേണ്ടെനിക്കു മഹാമതേ. വിത്തത്തെ ആശ്രയിച്ചല്ലാതെ ഗാർഹസ്ഥ്യവൃത്തി സാധിക്കുവാൻ വേറില്ലൊരു വഴി. ആശ വിത്തത്തിങ്കലാണ്ട വന്നെപ്പോഴും ക്ലേശമെന്നല്ലാതെ സൗഖ്യമുണ്ടാകുമോ? എന്നല്ല വിത്താശ കൊണ്ട ദരിദ്രനു വന്നുകൂടും സ്വജനത്തിൻ്റെ പീഠയും. കുന്നുപോൽ വിത്തം കുമിഞ്ഞാലും അപ്പുറമൊന്നുകൂടേറിക്കവിഞ്ഞു പോമാഗ്രഹം. വിത്താശ കൊൾവനോ വിത്താശ കൊൾവോനലംഭാവമില്ല വന്നെത്താ സുഖവുമലംഭാവമെന്നിയേ. ത്രൈലോക്യ സമ്പത്തധീനമായിട്ടും അപ്പൗലോമിതൻ പതിക്കെന്തുണ്ടൊരു സുഖം. ആരെങ്കിലും തപസാചരിച്ചാലുടൻ പാരമാതങ്കമിയെന്നു സുരാധിപൻ. അത്തപമൊന്നു മുടക്കുവാനാം മട്ടുബന്ധപ്പെടുക പതിവുള്ളതല്ലയോ? സൃഷ്ടികാര്യത്തിനധീനനാകും പരമേഷ്ടിയും ദുഃഖവിധേയനാണെപ്പോഴും. ആവിധം ദൈത്യപ്പടയോടു മല്ലിടും ശ്രീവരനും സുഖമില്ല ശിവനുമേ. അക്ഷയമാം സുഖമോർത്താൽ വിരക്തനാം ഭിക്ഷുവിന്നല്ലാതെ മറ്റാർക്കുലകിതിൽ. സ്വന്ത ബീജത്തിൽ നിന്നുണ്ടായൊരെന്നെ ഇന്നൻ താതനെന്താണറിഞ്ഞുകൊണ്ടിങ്ങനെ ഉത്കട ദുഃഖമാം സംസാരവാർത്തിയിലേക്കെറിയാൻ തുനിയുന്നു ദയാനിധേ. മൂത്രപുരീഷാദിസങ്കുലമാം ഗർഭപാത്രനിവാസം പിറപ്പു വാർദ്ധക്യവും അപ്പോലെ മൃത്യുവുമൊക്കെ ദുഃഖമതിനപ്പുറം ദുഃഖമാണാശയും മോഹവും. ദാനം ഗ്രഹിപ്പാൻ നടക്കുക മൃത്യുവേക്കാൾ നിത്യദുഃഖമുണ്ടാകുമെന്നല്ലയോ? പ്രത്യഹം ദാനമിരുന്നു നടക്കുന്നു ബുദ്ധിയില്ലാത്ത മറയവർ കഷ്ടമേ. വേദശാസ്ത്രങ്ങളെ വേണ്ട പോൽ ശീലിച്ച ഭൂദേവരാം ചിലർ ചെന്നു ധനികളെ പാടിപ്പുകഴ്ത്തുന്നു. വാർത്തു കണ്ടാൽ ആഴൽവാടിത്ര വേണോ ഒരാൾക്കു ജീവിക്കുവാൻ. കണ്ട കിഴങ്ങുകൾ കായ്കളിലകളുമുണ്ടു നിറയ്ക്കാം ഉദരമതിസുഖം. മക്കളും ഭാര്യയും പൗത്രർ ബന്ധുക്കളും ഉൾക്കൊള്ളുമൂക്കൻ കുടുംബം പുലർത്തുവാൻ വേണ്ടി വിവിധമായുള്ള ദുഃഖങ്ങളിലാണ്ടുപോകുന്നതിലെങ്ങു സുഖം വിഭോ? ആകയാൽ ആത്മസുഖാർത്ഥമായി ചൊല്ലുക യോഗശാസ്ത്രത്തെ വേദാന്തത്തെയും ഭവാൻ. കർമ്മകാണ്ഡപ്രിയമില്ലെനിക്ക് അജ്ഞാനകർമ്മങ്ങൾ മൂന്നും അറുന്നവാറെങ്ങനെ. അട്ടയെപ്പോൽ ചോരയൂറ്റി കുടിക്കുന്ന വട്ടണിക്കൊങ്കയാൾ തൻ പ്രേമഗോഷ്ഠികൾ കണ്ടറിവറ്റവൻ പോലെ മലക്കുവാൻ മണ്ടനല്ലിശുകൻ മാമുനിരത്നമേ. സംഗമം കൊണ്ടു വീര്യത്തെ ധനമന്തരംഗമിതുകളെ വാക്കുകൊണ്ടും സ്വയം കൊള്ളയടിക്കുന്ന പെണ്ണിനെ പോലൊരു കള്ളമാരുണ്ടു നടത്തുന്നതൂഴിയിൽ.
ജ്ഞാനമില്ലാത്തവൻ നിദ്രാസുഖത്തിനോരൂനം വരുത്തുവാൻ കൊള്ളുന്നു നാരിയേ.